ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരെ മൂകാംബിക വിട്ട് മുരുടേശ്വരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ റൂം എടുത്തു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. കാരണം ഭയങ്കര വെയിലായിരുന്നു. ആ വെയിലത്ത് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഞാൻ ആകെ ടയേർഡായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് നിന്നു. ആ കാറ്റടിച്ചപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കടലിൽ നിന്ന് വരുന്ന ആ കാറ്റടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ഷീണം പിടിക്കും. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നോർത്ത് നമ്മൾ അവിടെ നിന്ന് കേട്ടോ. സമയം ഒരു 6 മണിയൊക്കെ ആയെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നട്ടക്കാട്ട വെയിലത്ത് പോയി നിൽക്കുന്ന പോലെ കേട്ടോ. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ നിച്ച പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാറ്റ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാറ്റ് അടിക്കുമ്പോൾ തന്നെ ക്ഷീണം പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. നമ്മൾ നേരെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റൂമിലോട്ട് വന്ന് കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. ആകെ വയ്യാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി നേരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. രാവിലെ തന്നെ എന്ത് ചൂടാണെന്നറിയാമോ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. വണ്ടിക്കുള്ളിലെ ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നവനോട് ഒരു അരമണിക്കൂറായി കേട്ടോ ഒരു സോഡാ ലൈം ചോദിച്ചിട്ട്. അവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി പിന്നെ എങ്ങനെയൊക്കെയോ ഒരു സോഡാ ലൈമൊക്കെ കിട്ടി കേട്ടോ. ഈ ചൂട് കണ്ടില്ലേ, ഈ ചൂടത്തൊന്നും പറ്റത്തില്ല. ഞാൻ തലേ തുണിയൊക്കെ ഇട്ടുകൊണ്ട് അതിലെ കൂടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുന്നത് വണ്ടിക്കകത്ത് ഒരാൾ കൊമിറ്റ് ചെയ്യാൻ വന്നിട്ടാ കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വെന്ത് പോകുന്ന സൈസ് ചൂടാട്ടോ. ട്രിപ്പ് പോകുമ്പോൾ AC ട്രിപ്പ് അല്ലാതെ ഒന്നും പോകാനും കഴിയുമല്ല. കാരണം അതുപോലത്തെ ചൂടാ. പിന്നെ വരുന്ന വഴിക്ക് എന്തൊക്കെയോ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ ടയേർഡായാണ് നമ്മൾ തിരിച്ചു വന്നത്. കാരണം എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതിയെന്നേ ഉള്ളൂ. ഇച്ചയാണെങ്കിൽ വണ്ടി പറപ്പിച്ച് വിടുക. എങ്ങനെയെങ്കിലും വീട്ടിലോട്ടൊന്ന് എത്തിയാൽ മതി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ചിന്ത കേട്ടോ. അതൊക്കെ പോട്ടെ, അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴിക്ക് കുറേ കളർ കോഴികളെയൊക്കെ കണ്ടു. അവിടെ നിന്ന് 3-4 ഞാനും വാങ്ങിച്ചു കേട്ടോ. നേരെ അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിലൊക്കെ ആക്കി വെച്ച് കേട്ടോ. അതിനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതെല്ലാം ഓട്ടമായിരുന്നു. അച്ചു ആണെങ്കിൽ അതിനെ ഓരോത്തിനെ പിടിച്ചുകൊണ്ട് ബക്കറ്റിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂട് കാരണം അതിനെ പുറത്തോട്ട് ഇറക്കി വിട്ടു. ഭയങ്കര കരച്ചിലായിരുന്നു. ഉറുമ്പിനെയൊക്കെ വാരി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്തോട്ട് പോവാം കേട്ടോ. കുറേ ദിവസമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. നമ്മളെ കാണാഞ്ഞിട്ട് അവർ വല്ലാണ്ട് മിസ് ചെയ്യുന്നിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടോ ഇവിടുന്ന് ഒരു ചക്കയൊക്കെ പറിച്ചുകൊണ്ട് പോകണമെന്ന് ഓർത്താൽ അത് നടന്നില്ല. നേരെ നമ്മൾ വീട്ടിലോട്ട് നീലേശ്വരത്ത് പോവാം കേട്ടോ. പാതി വഴി എത്തിയപ്പോഴത്തേക്കും എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി തോന്നി. വല്ലാത്ത തലവേദന. അങ്ങനെ ചായയൊക്കെ കുടിച്ചേട്ടോ. ഈ ചൂടും പിടിച്ചിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, എനിക്ക് വയ്യ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ചെറുവത്തൂർ വെച്ച് കുറച്ച് പോലീസുകാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് അവർ മാറ്റി കൊടുക്കുന്ന കേട്ടോ. നമ്മൾ പോലീസുകാരുടെ കുറ്റങ്ങൾ മാത്രം പറയും. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.